നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ ജോർജ് കോൾട്രോവിസ്കിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചെസ് ട്രാപ്പാണ് കാണിക്കാൻ പോകുന്നത്. ഇത് 1938 നടന്നൊരു ഗെയിമാണ്. ഈ ഗെയിമിൽ അദ്ദേഹം വൈറ്റ് സൈഡാണ് കളിക്കുന്നത്. അദ്ദേഹത്തിന്റെ എതിരാളി ആരാണെന്ന് വ്യക്തമല്ല. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് C4. ഇറ്റാലിയൻ ഗെയിമാണ്. ഇവിടെ ഇപ്പോൾ ബിഷപ്പിനെ C5ലേക്കോ നൈറ്റിനെ F6ലേക്കോ ഡെവലപ്പ് ചെയ്യുന്നതാണ് ബ്ലാക്കിന്റെ മെയിൻ മൂവ്. ബ്ലാക്ക് രണ്ടാമത്തെ ഓപ്ഷൻ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് 2 നൈറ്റ്സ് ഡിഫൻസ് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ E4ലെ പോണ്ടൊരു അറ്റാക്ക് ആണ്. വൈറ്റിന് വേണമെങ്കിൽ D3 മൂവ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നൈറ്റിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടോ ആ പോണിനെ സപ്പോർട്ട് ചെയ്യാം. എന്നാൽ വൈറ്റ് ഇപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നില്ല. പകരം കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്തുകൊണ്ട് ആ പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്കിന് വേണമെങ്കിൽ ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാം. എന്നാൽ ബ്ലാക്ക് ഇവിടെ ഒരു പോണിനെ നേടിയെടുക്കുന്നില്ല. പകരം ബിഷപ്പിനെ C5ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസ്റ്റിംഗിലുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. ഇപ്പോൾ മൂവ് ഓർഡറിൽ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും ഗെയിം ഗ്യൂക്കോ പിന്നാലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ എപ്പോഴും വൈറ്റിന്റെ ഒരു പോൺ അറ്റാക്കിലാണ്. ആ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് പകരം വൈറ്റ് ഒരു പോണിനെ കൂടെ വെറുതെ എടുക്കുകയാണ്. D4 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇറ്റാലിയൻ ഗാംബിറ്റ് ആയിട്ട് കണക്കാക്കാം. ബ്ലാക്ക് ഈ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വൈറ്റ് ഈ ഗാംബിറ്റിലേക്ക് പോകുന്നതാണ് ശരിക്കുള്ള ഇറ്റാലിയൻ ഗാംബിറ്റ്. ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഈ നൈറ്റ് തന്നെയാണ്. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോണിനെടുത്തുകൊണ്ട് സ്കോച്ച് ഗെയിമിലേക്ക് മാറാൻ ശ്രമിക്കുകയാണെങ്കിൽ വൈറ്റിന് E5 മുതലുകൊണ്ട് ആ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാം. ആ നൈറ്റിന് ഇപ്പോൾ സേഫായിട്ട് പോകാൻ ഇത്രയും സ്ക്വയറുകളുണ്ട്. അതിൽ ബോണിന്റെ സെന്ററിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ ക്വീൻ E2ലേക്ക് ഒന്ന് നൈറ്റിനെതിരെ അറ്റാക്ക് വരുന്നതോടെ ആ നൈറ്റ് ട്രാപ്പിലാകും. അല്ലാതെ നൈറ്റിനെ H5ലേക്ക് കൊണ്ടുവന്നാലും നൈറ്റിനെ G5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെതിരെ ഡിസ്കബിൾ അറ്റാക്ക് കൊടുക്കുന്നതോടൊപ്പം F7 സ്ക്വയറിലേക്ക് ഇങ്ങനെ അറ്റാക്കും കൊടുക്കാം. നൈറ്റിനെ G4ലേക്ക് കൊണ്ടുവന്ന് E5ലെ പോണിനെതിരെ 2 പീസുള്ള അറ്റാക്ക് കൊടുക്കാൻ ശ്രമിച്ചാലും ആദ്യം ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോണിനെ സപ്പോർട്ട് ചെയ്ത ശേഷം പോൺ വെച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്യാം. ഇങ്ങനെ പലതരത്തിലുള്ള അറ്റാക്കിംഗ് സാധ്യതകളുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടുന്നില്ല. പകരം ബിഷപ്പ് വെച്ച് പോണിട്ടുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് നൈറ്റ് ഒട്ടുന്നു. ബ്ലാക്ക് നൈറ്റ് വെച്ച് തിരിച്ചോട്ടുന്നു. ഇപ്പോൾ ഈ നൈറ്റിന് E5ലെ പോണിന്റെ സപ്പോർട്ടാണുള്ളത്. വൈറ്റ് വേഗം ആ പോണിനെ ടാർഗറ്റ് ചെയ്യാണ്. F4 മൂവ് ചെയ്തുകൊണ്ട് E5ലെ പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. നൈറ്റിനെതിരെ അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാൻ പറ്റില്ല. എന്നാൽ വൈറ്റ് പോൺ വെച്ച് പോണിട്ടുകൊണ്ട് അടുത്ത നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാനും സാധ്യതയുണ്ട്. ഈ രണ്ട് പ്രശ്നങ്ങളും ബ്ലാക്ക് ഒരുമിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ F6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് E5ലെ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ നൈറ്റ് വെച്ച് പോണിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം പോൺ വെച്ച് സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു കുറച്ചുകൂടെ നല്ല മൂവ്. ഇവിടെ ബ്ലാക്കിന്റെ ഭാഗത്തു നിന്നും ഒരു മിസ്റ്റേക്കാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടുത്തായിട്ട് വൈറ്റിന്റെ ഭാഗത്തു നിന്നും ഒരു ബ്രില്യന്റ് മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിന്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ വൈറ്റ് ഒരു സാക്രിഫൈസിലൂടെയാണ് അറ്റാക്ക് ആരംഭിക്കുന്നത്. ആദ്യം ബിഷപ്പ് വെച്ച് F7ലെ പോണിട്ടെടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. കിങ് വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. വൈറ്റ് പോൺ വെച്ച് പോണിട്ടെടുത്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ആ നൈറ്റ് ഇപ്പോൾ പിന്നിങ്ങില്ലാതെ കാരണം നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. എന്നാൽ അടുത്ത നൈറ്റ് വെച്ച് പോണിട്ടെടുക്കുകയാണെങ്കിൽ ക്വീനെ D5ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ആ നൈറ്റിനെ നേടിയെടുക്കാനാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. ഇവിടെ എന്തായാലും ഒരു നൈറ്റ് നഷ്ടമാവുമെന്ന് ഉറപ്പായി. അതുകൊണ്ട് തന്നെ ആ നൈറ്റ് വെച്ച് പോണിട്ടെടുക്കുന്നതിനായിരുന്നു നല്ല മൂവ്. എന്നാൽ ബ്ലാക്ക് ഈ നൈറ്റിൻ്റെ സ്ഥാനത്തേക്ക് അടുത്ത നൈറ്റിനെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ E7ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് പോൺ വെച്ച് നൈറ്റിനോട്ടുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചോട്ടുന്നു. അതിനുശേഷം വൈറ്റ് ബിഷപ്പിനെ G5ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെ ഒരറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ബ്ലാക്ക് നൈറ്റിനെ G8ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ 2 പീസിൽ വെച്ച് സപ്പോർട്ട് ചെയ്യുന്നു. വൈറ്റിന് ഇപ്പോൾ പല രീതിയിൽ അറ്റാക്ക് ചെയ്യാം. വേണമെങ്കിൽ ക്വീനെ H5ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു ചെക്ക് കൊടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ വിജയിക്കാൻ കഴിയും. എന്നാൽ ക്വീന് വെച്ച് ഇങ്ങനൊരു അറ്റാക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് E5 ചെയ്തുകൊണ്ട് F6ലേക്ക് ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നതോടൊപ്പം D6 സ്ക്വയറും കൺട്രോൾ ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ ക്വീനെ H5ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു ചെക്ക് കൊടുക്കാൻ തന്നെയാണ് വൈറ്റിന്റെ പ്ലാൻ. അതുകൊണ്ട് ബ്ലാക്ക് അത് തടയാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് H5 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ H5ലേക്ക് ബ്ലാക്കിന് കൺട്രോൾ ഉള്ളതുകൊണ്ട് വൈറ്റ് നേരിട്ട് അറ്റാക്ക് ചെയ്യാണ്. ക്വീനെ D5ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ F8ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് അടുത്തൊരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. ആദ്യം ബിഷപ്പ് വെച്ച് F6ലെ പോണിട്ടുകൊണ്ട് ക്വീനെയും റൂക്കിനെയും ഫോർക്ക് ചെയ്യുന്നു. ഇനി ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് ഒരു ഡിസ്കവേർഡ് ചെക്കിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. നൈറ്റ് വെച്ച് ബിഷപ്പിനെ ഒട്ടുന്നു. വൈറ്റ് റൂക്ക് വെച്ച് തിരിച്ചു വിട്ടുന്നു. ഇപ്പോഴും ചെക്കാണ്. ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ ക്വീൻ വെച്ച് റൂക്കിനെ ഒട്ടിക്കൊണ്ട് ആ ക്വീനെ നഷ്ടപ്പെടുത്തി കളിക്കാം. എന്നാൽ ബ്ലാക്ക് ഇവിടെ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം കിങ്ങിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. കിങ്ങിനെ G7ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ക്വീൻ F7ലേക്ക് ഒന്ന് ചെക്ക് വന്നതോടെ ചെക്ക് മേറ്റായി. ഇറ്റാലിയൻ ഗാംബിറ്റിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് ബ്ലാക്കിന് ശരിക്കും അറിയാത്തതുകൊണ്ടാണ് ഈ ഗെയിം വേഗത്തിൽ തോൽക്കേണ്ടി വന്നത്.
ഈ ഗാംബിറ്റിൻ്റെ എല്ലാ വേരിയേഷനുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണാൻ ശ്രമിക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.